ഏതൊക്കെയാണ് നമ്മുടെ പ്ലസ് വണ്ണിലെ ചാപ്റ്റേഴ്സ്? 16 ചാപ്റ്റേഴ്സ് ആണ്. ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 16 ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് വൺ സെറ്റ്സ്, ദെൻ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, തേർഡ് വൺ trigonometric function, then principle of mathematical induction, complex numbers and quadratic equations, sixth one linear inequalities, seventh one permutations and combinations, eighth one binomial theorem, ninth one sequence and series, 10th one straight lines, 11th one conic sections, 12th one introduction to three-dimensional geometry, 3D, introduction to 3D, and 13th one limits and derivatives, 14th mathematical reasoning, 15th statistics, and 16th probability. Okay, ഇത്രയും 16 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പ്ലസ് വണ്ണിന് പഠിക്കാൻ പോകുന്നത്. ഇതിൽ കുറെ ചാപ്റ്റേഴ്സ് ഇപ്പൊ പറയുന്ന കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറെ ചാപ്റ്റേഴ്സ് ഒക്കെ ഫെമിലിയർ ആയിട്ട് തോന്നാം. അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ച ചില ചാപ്റ്റേഴ്സ് എന്താണ് അതിന്റെ സെയിം നെയിംസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഇയർ അതായത് 10th കണ്ടിന്യൂവേഷൻ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് 10th കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് അതിനെ ബേസ് ചെയ്തിട്ടല്ല, പക്ഷെ ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് 10th സെയിം എന്താണ് ഡയറക്റ്റ് കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തു ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിന്റെ കുറച്ച് ബേസിക്സ്. എന്താണ് സൈൻ, കോസ്, ടാൻ, പിന്നെ എന്താണ് അതിന്റെ ഐഡന്റിറ്റീസ്, ട്രിഗ്നോമെട്രിക് വാല്യൂസ്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഇതൊക്കെ നമ്മൾ ഏകദേശം ജസ്റ്റ് അതിന്റെ സ്റ്റാർട്ടിങ് ഒന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം എന്താണ് സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, CBSE സിലബസ് ആയിക്കോട്ടെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം എന്താണ് അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ബാക്കിയുള്ള ഐഡന്റിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അതിലൊരു കാര്യം ഞാൻ പറയുന്നു, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ്, ഈ ഒരു ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ചാപ്റ്റേഴ്സ് ട്രിഗ്നോമെട്രിക് ആപ്ലിക്കേഷൻസ്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഇതിൽ നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് നിങ്ങൾ പഠിക്കുന്നില്ല ലാസ്റ്റ് ഇയർ, അത് നമ്മൾ ഈ വർഷം പുതിയതായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. പക്ഷെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് CBSE ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഓർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഇത് ഈ ഒരു സാധനം നിങ്ങൾ രണ്ട് സിലബസ് ആണെങ്കിലും ഇത് സ്റ്റേറ്റിൽ പഠിച്ചതാണ്. ഇതാണ് നിങ്ങൾക്ക് പിന്നെ വരുന്നത്. അതിൽ കോംപ്ലക്സ് നമ്പറിന്റെ എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പർ എന്താണ്, കോമ്പിനേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ഇമാജിനറി നമ്പേഴ്സ് ആണ് കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നത്. അപ്പൊ അതിന്റെ ബാക്കി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ദെൻ സീക്വൻസ് ആൻഡ് സീരീസ്. സീക്വൻസ് ആൻഡ് സീരീസ് അല്ലെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസസ്, ഈ ഒരു ചാപ്റ്ററും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ, സ്റ്റേറ്റിനാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ, CBSE ആണെങ്കിൽ കുറച്ച് അങ്ങോട്ടേക്ക് ഉള്ള ചാപ്റ്റർ ആയിട്ട് അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ആ ഒരു രണ്ട് വേർഡും പറയും, അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 10th പഠിച്ചത് നിങ്ങൾ അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഈ ഇയറിൽ അരിത്മെറ്റിക് സീക്വൻസ് പഠിക്കുന്നുണ്ട്. സെയിം വേ അതിന്റെ കൂടി എന്താണ് ജോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞിട്ട് ജോമെട്രിക് പ്രോഗ്രഷൻ. അരിത്മെറ്റിക് സീക്വൻസിന് പകരം പ്ലസ് വണ്ണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നാണ്. അപ്പോൾ രണ്ടും സെയിം മീനിങ് ആണ്. അരിത്മെറ്റിക് സീക്വൻസ് ആയിക്കോട്ടെ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയിക്കോട്ടെ, സെയിം മീനിങ് തന്നെയാണ്. അതിന്റെ കൂടെ നമ്മൾ ഇപ്രാവശ്യം എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നല്ലതാണ്, പ്രോബ്ലംസ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സീക്വൻസ് ആൻഡ് സീരീസ്. നെക്സ്റ്റ് വൺ സ്ട്രെയിറ്റ് ലൈൻസ്. ഈ സ്ട്രെയിറ്റ് ലൈൻസ് അങ്ങോട്ടേക്ക് വരുന്നത് സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ, ഇൻട്രൊഡക്ഷൻ ടു 3-dimensional geometry or 3D, ഇൻട്രൊഡക്ഷൻ ടു 3D. ഈ 10th, 11th, 12th ഈ 3 ചാപ്റ്റേഴ്സും കോർഡിനേറ്റ് ജോമെട്രിയുടെ പാർട്സ് ആണ്. നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് കോർഡിനേറ്റ് ജോമെട്രി. അതിൽ സ്ട്രെയിറ്റ് ലൈൻ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻസ്, സ്ലോപ്പ്, പിന്നെ എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻസ്. പക്ഷെ അതിനേക്കാണ് കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നത്. ദെൻ കോണിക് സെക്ഷൻ. ഈ ഒരു കോണിക് സെക്ഷനിൽ നിങ്ങൾ എന്താണ് പഠിക്കുന്നത് ലാസ്റ്റ് ഇയർ പഠിച്ച സർക്കിൾസ്, ഇക്വേഷൻ ഓഫ് സർക്കിൾ. സർക്കിൾസ് പഠിക്കുന്നില്ല, പക്ഷെ എന്താണ് സ്ട്രെയിറ്റ് ലൈൻസിലൊക്കെ ഇക്വേഷൻ ഓഫ് സർക്കിൾ,
എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷൻ ഓഫ് സർക്കിൾസ് പഠിക്കുന്നുണ്ട്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്, കോണിക് സെക്ഷൻ. ആ സർക്കിൾസിന്റെ കൂടെ കുറച്ചുകൂടി നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഹൈപ്പർബോള, എലിപ്സ്, പരാബോള എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻട്രൊഡക്ഷൻ ടു 3D. ഇൻട്രൊഡക്ഷൻ ടു 3D നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി 3D നിങ്ങൾ 10th പഠിക്കുന്നില്ല. 2D വെച്ചിട്ട് നിങ്ങൾ പ്രോബ്ലംസ്, ഇപ്പൊ ഡിസ്റ്റൻസ് ഫോർമുലയാണെങ്കിൽ അത് 2D വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. XY ആക്സിസിലാണ് നിങ്ങൾ പഠിച്ചത്. സോ ആ XY ആക്സിസിന് പകരം Z ആക്സിസ് കൂടി, XYZ ആക്സിസ്, അത് 3 ഡയമെൻഷനിൽ 3Dയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ 3 ഡയമെൻഷൻ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് നിങ്ങൾ ലാസ്റ്റ് ഇയർ എന്താണ് ഇക്വേഷൻ ഓഫ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല, ഓക്കെ അതെടുക്കാം. ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടാവും. ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല 2Dയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ പ്ലസ് 1ലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എന്തിലേക്ക് പഠിക്കുന്നു, 3Dയിലേക്ക് പഠിക്കുന്നു. അതാണ് XYZ, x1, y1, z1 and x2, y2, z2 are 2 points. Then distance formula എങ്ങനെ എടുക്കാം, root of x1 minus y1, x1 minus x2 whole square plus y1 minus y2 whole square plus z1 minus z2 whole square. 2D ആകുമ്പോൾ എക്സിലും വൈയും മാത്രം നമുക്ക് പോയിന്റ്സ് വരുന്നത്, 3D ആകുമ്പോൾ എക്സ് വൈ സെഡ് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച അതേ സാധനങ്ങൾ തന്നെ, പക്ഷെ അതിന്റെ കൂടി ഒരു സെഡ് കൂടി വന്നിട്ടാണ് പോകുന്നത്. പിന്നെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. 2 സിലബസുകാരും കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾ ആ പഠിച്ചതിന്റെ കൂടെ കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചാപ്റ്റേഴ്സ് ആണ്. ഏറ്റവും ഒരു 5 മാർക്സ് അല്ലെങ്കിൽ 6 മാർക്സിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. സേവ് പ്രോബബിലിറ്റി ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്. ലാസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി. അതുപോലെ തന്നെ അതിന് കൂടുതൽ ഒരു വലുതായിട്ടൊന്നുമില്ല, അതിന്റെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിമ്പിൾ ചാപ്റ്റർ. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഈ 16 ചാപ്റ്റേഴ്സിൽ നിങ്ങളിപ്പോ 1, 2, 3, 4, 5, 6, 7, 8 ചാപ്റ്റേഴ്സോളം നിങ്ങൾ 10th കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. 2 എന്താണ് സിലബസുകാരാണെങ്കിലും 8 ചാപ്റ്റേഴ്സോളം വരുന്നത് 10th കണ്ടിന്യൂഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് 10th പഠിച്ചോട്. അതായത് 10th 8 ചാപ്റ്റേഴ്സിന്റെ കണ്ടിന്യൂഷൻ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, +1 പഠിക്കുന്നുണ്ട്. അപ്പൊ അത്രയും നമുക്ക് ടഫായിട്ടില്ല, കാരണം നിങ്ങൾക്കിപ്പോ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ്, അതായത് പകുതിയോളം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അതായത് എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ? 10th പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ് മീഡിയം ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. എന്താണ് ക്വാഡ്രാറ്റിക് ഡിഗ്രി അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ? യെസ്, എന്താണ് പവേഴ്സ് 2 വരുന്ന ഇക്വേഷൻ ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറൽ ഫോം എന്തായിരിക്കും? എന്താണ് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0, a നോട്ട് ഈക്വൽ ടു 0. അതായത് a 0 ആവാൻ പാടില്ല. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് x² അല്ലെങ്കിൽ എക്സിന്റെ പവർ 2 ആയിരിക്കണം. അവിടെ ഈ ഒരു a 0 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? 0x². 0x² ഈ ഒരു ടേം ഉണ്ടോ? ഈ ഒരു ടേം ഇല്ല. അപ്പൊ ഇത് 2 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതെന്തായി മാറും? ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ, x² plus 2x plus 1 equal to 0. Is it a second degree equation? Yes, because എന്താണ് പവർ എത്രയാണ്? ഗ്രേറ്റസ്റ്റ് പവർ 2 ആണ്. സോ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തായിരിക്കും സൊല്യൂഷൻ എന്ന്? ഓക്കെ, സൊല്യൂഷൻ എന്തായിരിക്കും? x ഈക്വൽ ടു -1. നോക്കാം നമുക്ക് എന്താ ഈ സൊല്യൂഷൻ എന്ന് വെച്ചാല്.
എപ്പോഴും നമ്മൾ കേൾക്കില്ല ഫൈൻഡ് ദ സൊല്യൂഷൻ. എന്താ ഈ സൊല്യൂഷൻ എന്ന് വെച്ചാൽ, അതായത് എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എക്സ് ഈക്വൽ ടു -1 ഞാൻ എക്സിന് -1 കൊടുക്കണം. സോ -1² പ്ലസ് 2 ഇൻറ്റു -1 പ്ലസ് 1 ഈക്വൽ ടു 0. അതായത് -1² 1 2 ഇൻറ്റു -1 -2 പ്ലസ് 1 ഈക്വൽ ടു 0. 1 പ്ലസ് 1 2 2 minus 2 equal to 0. 0 equal to 0. അതായത് എക്സിന് -1 കൊടുത്തപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ്, ഈ എക്സ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന പേരാണ് സൊല്യൂഷൻ ഓഫ് ദാറ്റ് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് എങ്ങനെയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. x² minus 4x minus 45 equal to 0. It's a second degree equation. അല്ലേ? കാരണം എന്താണ്, ഇത് x² ആണ്, അതായത് ഹയസ്റ്റ് പവർ എത്രയാണ് 2 ആണ്. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്ക് സെക്കൻഡ് ഡിഗ്രി എന്നുള്ള വേർഡ് മാറ്റി ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഓർ ഹൗ ക്യാൻ വി ഫൈൻഡ് ദി സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞു, എന്താണ്, എക്സിന് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കിത് നോക്കാം. ഈ ഒരു ഇക്വേഷന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. x², അതായത് നമ്മൾ x² മൈനസ് 4x, ഈ ഒരു കോൺസ്റ്റന്റ് ടേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തെ സൈഡിലേക്ക് ഇടുന്നു. അതായത് 45 -45 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +45. ഇനി എന്ത് ചെയ്യാം, സ്ക്വയർ കംപ്ലീഷൻ എടുക്കുക. സ്ക്വയർ കംപ്ലീഷൻ കഴിഞ്ഞാൽ ഈ x² ലെഫ്റ്റ് സൈഡിലുള്ളത് അതേപോലെ തന്നെ ഞാൻ എഴുതി. പിന്നെ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ് ഇവിടെ? 4 ആണ്. അതിന്റെ ഹാഫ് 2, അതിന്റെ സ്ക്വയർ ഓഫ് ദ ഹാഫ് എന്നാ പറയുന്നത്. സ്ക്വയർ ഓഫ് ദ ഹാഫ് എന്ന് വെച്ചാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 4 ആണ്, അതിന്റെ ഹാഫ് 2 ആണ്, അതിന്റെ സ്ക്വയർ. അത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ ആഡ് ചെയ്യുന്നു. ഓർത്ത് നോക്ക്, നിങ്ങൾ എന്തായാലും ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, അതൊന്നും ഓർത്ത് നോക്കുക, റിവൈൻ ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണം. അതിനായിട്ട് x², അതിന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? x ആണ്. ഇത് മൈനസ് ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? മൈനസ്. ലാസ്റ്റ് ടേം കോൺസ്റ്റന്റ് ടേം എന്താണ്? 2 ആണ്. സോ 2 x - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 45 പ്ലസ് 4 ദാറ്റ്സ് ഈക്വൽ ടു 49. അങ്ങനെയാണെങ്കിൽ how can we write x - 2 root 40? x - 2 equal to root 49. What is the value of root 49? Is it 7? No. എന്താണ്? പ്ലസ് ഓർ മൈനസ് 7. രണ്ട് വാല്യൂ ഉണ്ട്, 7 മാത്രമല്ല, പ്ലസ് ഓർ മൈനസ്, അതായത് പോസിറ്റീവ് 7 വരും, നെഗറ്റീവ് 7 വരും. ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? 7² എത്രയാണ് നിങ്ങൾക്കറിയാം? 7² എത്രയാണ്? 49 ആണ്. നെഗറ്റീവ് 7ന്റെ സ്ക്വയർ എത്രയാണ്? നെഗറ്റീവ് 7². നെഗറ്റീവ് 7 ഇൻറ്റു നെഗറ്റീവ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 4s are 49. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. അതായത് 7ന്റെ സ്ക്വയറും പോസിറ്റീവ് ആണ്, നെഗറ്റീവ് 7ന്റെ സ്ക്വയറും പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് വാല്യൂസ്, റൂട്ട് 49 രണ്ട് വാല്യൂസ് വരും. ഒന്നുകിൽ പ്ലസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് മൈനസ് ആയിരിക്കാം. സോ x - 2 പ്ലസ് 7 ആണെങ്കിൽ x ഈക്വൽ ടു 7. ഈ -2 ഇപ്പുറം വരും, +2. 7 + 2 ഈക്വൽ ടു 9. ഇനി x - 2 ഈക്വൽ ടു -7 ആണെങ്കിൽ അത് പ്ലസ് ഓർ മൈനസ്. ആദ്യം ഞാൻ പ്ലസ് കൊടുക്കും, ഇനി മൈനസ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? x ഈക്വൽ ടു -7 + 2 ദാറ്റ്സ് ഈക്വൽ ടു -5. എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി, അതായത് ഒന്ന് +9 കിട്ടി, ഒന്ന് -5 കിട്ടി. ഇതാണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഇക്വേഷന് എക്സിന് പകരം ഞാൻ 9 കൊടുത്താലും ഇനി എക്സിന് പകരം -5 കൊടുത്താലും ആ ഇക്വേഷൻ എന്തായിരിക്കും? റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ അത് 0 ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ പറയണ കറക്റ്റ് ആണോ. ഓക്കെ, എക്സിന് ഞാനിപ്പോ -5 കൊടുക്കുകയാണ്. സോ എന്ത് വരും? -5² minus 4 into -5 minus 45 equal to 0. -5² എന്ന് വെച്ചാൽ 25. മൈനസും മൈനസും പ്ലസ്
plus 20 minus 45 equal to 0. 25 plus 20? Yes, good. 45 minus 45 equal to 0. Satisfied or not? It's satisfied because 45 minus 45 എത്രയാണ്? 0 ആണ്. സോ നല്ല പൊടി തട്ടിയെടുക്കുക. ഇങ്ങനെയായിരുന്നു നിങ്ങൾ സ്ക്വയർ കംപ്ലീഷൻ പഠിച്ചത്. ഓക്കെ, ഇപ്പൊ മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, അതിന് മുന്നേ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, 2x square plus 3x minus 1 equal to 0. ഈ ഒരു ഇക്വേഷനിൽ can we take square completion method? പറ്റുമോ ഈ ഒരു ഇക്വേഷനിൽ? അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ വന്നാലും അവിടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് ഒരു കണ്ടീഷൻ? അതിന്റെ മെയിൻ കണ്ടീഷൻ ഇതാണ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഷുഡ് ബി 1. എക്സ് സ്ക്വയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അവിടെ 2x സ്ക്വയർ അല്ലെ 10x സ്ക്വയർ 3x സ്ക്വയർ അങ്ങനെയൊന്നും എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. എക്സ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ മീൻസ് 1x സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അവിടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് മറന്നു പോകരുത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഷുഡ് ബി 1. ഓക്കെ, ഇനി അല്ലാതെ ഇങ്ങനൊരു ഇക്വേഷൻ വരുവാണെന്ന് വിചാരിക്കുക. സെക്കൻഡ് ഇക്വേഷൻ 2x സ്ക്വയർ, നമുക്കൊന്ന് മാറ്റി ഇവിടെ സൈഡിലേക്ക് എഴുതാം. 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0. എങ്ങനെയാണ് സോൾവ് ചെയ്യുക? അപ്പൊ ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തീരുമാനമായി. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എടുക്കാൻ പറ്റില്ല, വേറെ എന്തായിരുന്നു നിങ്ങൾ പഠിച്ചത്? യെസ്, ഫോർമുല യൂസ് ചെയ്തിട്ട്. എന്തായിരുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല? ഒന്ന് ആലോചിച്ച് നോക്കിയേ. x equals minus b plus or minus root b square minus 4ac by 2a. ഓർക്കുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല സോൾവ് ചെയ്യാനുള്ളത്. x equal to minus b plus or minus root b square minus 4ac by 2a. ഇവിടെ ഈ b square minus 4ac ഇതിനൊരു പേര് പറയുന്നുണ്ടായിരുന്നു. സ്റ്റേറ്റ് സിലബസിൽ അത് അത്ര മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ CBSEക്ക് അത് പഠിക്കുന്നുണ്ട്. എന്തായിരുന്നു അത് പറയാം? ഡിസ്ക്രിമിനന്റ്. ഡിസ്ക്രിമിനന്റ്. ഓക്കെ, അവിടെ ഒരു കണ്ടീഷനും നിങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. എന്താ കണ്ടീഷൻ ആയിരുന്നു? 3 കണ്ടീഷൻ. ഡിസ്ക്രിമിനന്റ് ബേസ് ചെയ്തിട്ട് ഒരു 3 കണ്ടീഷൻസ് പഠിക്കുന്നുണ്ട്. അതിതായിരുന്നു b സ്ക്വയർ മൈനസ് 4ac greater than 0 ആണെങ്കിൽ we will get 2 distinct solution. Then b square minus 4ac, b square minus 4ac less than 0, there is no solution. And if b square minus 4ac equal to 0, there is only one solution or 2 equal solution. 2 equal solutions. ഇങ്ങനെ 3 കണ്ടീഷൻ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടല്ലോ. ഇനി അഥവാ പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ പഠിക്കാം. ഇതായിരുന്നു എന്താണ് b സ്ക്വയർ മൈനസ് 4ac പറയുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ്. ഡിസ്ക്രിമിനന്റിനെ ബേസ് ചെയ്തിട്ടുള്ള 3 കണ്ടീഷൻ. അതായത് b സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് വാല്യൂ. സോ ഇഫ് b സ്ക്വയർ മൈനസ് 4ac ഈസ് എ പോസിറ്റീവ് വാല്യൂ, യു വിൽ ഗെറ്റ് 2 ഡിസ്റ്റിങ്ക്ട് സൊല്യൂഷൻ. ഡിസ്റ്റിങ്ക്ട് സൊല്യൂഷൻ എന്ന് വെച്ചാൽ വേറെ വേറെ, അതായത് സെയിം അല്ലാത്ത 2 ആൻസേഴ്സ് കിട്ടും. ഇഫ് b സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 മീൻസ് if b square minus 4ac is a negative number, then there is no solution. And b square minus 4ac 0 ആയാൽ എന്താ കിട്ടുക? അവിടെ ഒന്നുകിൽ 2 ഈക്വൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ ആ 2 ഈക്വൽ സൊല്യൂഷൻ. സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് x ന് 4 4. 2 ഈക്വൽ സൊല്യൂഷന് പകരം നമുക്ക് എന്ത് പറയാം? x equal to 4 എന്ന് പറഞ്ഞാൽ പോരെ? അതാണ് ഒന്നുകിൽ 2 ഈക്വൽ സൊല്യൂഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ there is only one solution എന്ന് പറയാം. Okay. Let's solve this. Minus b plus or minus b square root b square minus 4ac by 2a.
ഓക്കെ, നമുക്ക് പറയാം ഇതെന്തായിരുന്നു എ. ജനറൽ ഫോം നിങ്ങൾക്ക് അറിയാം, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. എയുടെ പ്ലേസിൽ 2, അതായത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, ദെൻ എക്സിന്റെ കോഎഫിഷ്യന്റ്, ദെൻ കോൺസ്റ്റന്റ്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞോ? എ ഈക്വൽ ടു എത്രയാണ്? 2, ബി ഈക്വൽ ടു എത്രയാണ്? -3, സി ഈക്വൽ ടു എത്രയാണ്? 1. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടേ? ബി സ്ക്വയർ ഫസ്റ്റ് അത് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു -3 സ്ക്വയർ മൈനസ് 4 into 2 into 1. That's equal to -3 square. Square of any positive number or negative number should be a positive number. So 9 minus 8 equal to 1. Okay, b square minus 4ac 1 negative. ഇനി നമുക്ക് ഇക്വേഷൻ എടുക്കാം. x equal to minus b. b equal to -3. So what is minus b? b -3 ആണെങ്കിൽ minus b എന്തായിരിക്കും? +3. So minus b equal to 3 plus or minus root b square minus 4ac നമുക്ക് കിട്ടി 1 ആണ് by 2a. 2 into a യുടെ പ്ലേസിൽ ആരാണ്? 2. That is equal to 3 plus or minus root 1 equal to 1 by 4 equal to, അതായത് 3 plus or minus 1 by 4 ആണ്. സോ നമുക്ക് രണ്ടും എടുക്കാം. 3 plus 1 by 4 എടുക്കാം, 3 minus 1. So 4 by 4 equal to 1 or 2 by 4 equal to 1 by 2. These are the two solutions. അതായത് x equal to 1 and 1 by 2. ഇതാണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇത് ഞാൻ അധികം കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോയത്, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സ്ക്വയർ കംപ്ലീഷൻ എടുക്കണമെങ്കിൽ, ഒരു ഇക്വേഷൻ കിട്ടിയിട്ട് അവിടെ സ്ക്വയർ കംപ്ലീഷൻ എടുക്കണമെങ്കിൽ അവിടെ എന്താണ് അതിന്റെ കോഎഫിഷ്യന്റ്, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. അല്ല എങ്കിൽ നമ്മൾ എന്താണ് ഫോർമുലയിലേക്ക് പോവാം. ആ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള എന്താണ് മെത്തേഡാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 1 equal to 0. Can you find out the value of x? Or what is the solution of this equation? Let's check. X square equal to plus 1 will become minus 1. So x equal to x square equal to -1. So x equal to root -1. So root -1. Root -1 എന്നാൽ എന്തായിരുന്നു ലാസ്റ്റ് ഇയർ പഠിച്ചത്? There is no value or it doesn't exist. ഇതായിരുന്നു നമ്മൾ പഠിച്ചത്. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു അവിടെ ഡസന്റ് എക്സിസ്റ്റ് നമ്മൾ ഇനി പറയില്ല, കാരണം അവിടെ എന്താണ്, അവിടെ ഒരു വാല്യൂ ഉണ്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇത് ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക, ടൈപ്സ് ഓഫ് നമ്പേഴ്സിന്റെ, അപ്പോൾ അതിലുണ്ടാവും അത് പറഞ്ഞിട്ട്. സോ റൂട്ട് -1. റൂട്ട് -1 അന്ന് നമ്മൾ ഒരു ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ലെറ്റർ ആയിരുന്നു? യെസ്, എന്താണ് I വെച്ചിട്ട് റൂട്ട് -1 equal to I. I means it's an imaginary number. So what do you mean by an imaginary number? A number can be expressed in terms of square root of negative. അത് സ്ക്വയർ റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് നമ്പേഴ്സിന് നമുക്ക് എന്ത് പറയാം? ഇമേജിനറി നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താണ്, എക്സിന്റെ വാല്യൂ കിട്ടി I ആണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത്രനാളും നമ്മൾ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യായിരുന്നു ചെയ്തത്. ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്തു. There is a value that is I. Okay, let's take one more example. X square plus 3 equal to 0. Then x square equal to -3. X equal to root of -3. Root -3. Okay, root -3 മുന്നേ റൂട്ട് 3ക്ക് വാല്യൂ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. റൂട്ട് ഓഫ് 3 into -1. പറഞ്ഞൂടെ? -3 എന്ന് വെച്ചാൽ 3 into -1 ആണ്. ദാറ്റ് ഈസ് എന്താ പറയാ, റൂട്ട് 3ക്ക് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അത് റൂട്ട് 3 തന്നെ. ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് 3 into റൂട്ട് -1 വരെ. സോ റൂട്ട് 3 itself. റൂട്ട് -1 എന്ത് വരും? I വരും. സോ ഇവിടെയൊക്കെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, സോറി. ഇവിടെ എന്താണ്
x equal to plus or minus എല്ലായിടത്തും plus or minus ഉണ്ട്, plus or minus √3i. അതായിരിക്കും ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾ പ്ലസ് വണ്ണിലും ഈ വർഷം പഠിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം പഠിച്ചത് പോസിറ്റീവിന് ആൻസർ ഉണ്ട്, ഈക്വൽ ടു 0 ആയാലും ആൻസർ ഉണ്ട്, ലെസ് ദാൻ 0 ആയാൽ നോ സൊല്യൂഷൻ എന്നായിരുന്നു നിങ്ങൾ പഠിച്ചത്. അപ്പൊ അതിപ്പോ മാറ്റിട്ട് ഈ വർഷം മുതൽ എന്ത് പഠിക്കുന്നത്? അവിടെ നമ്മൾ പറഞ്ഞു അവിടെ there is no solution എന്നല്ല, അവിടെ there will be a solution. ആ സൊല്യൂഷൻ ഐ വെച്ചിട്ട് അല്ലെങ്കിൽ ഇമാജിനറി നമ്പർ വെച്ചിട്ട് അതാണ് നിങ്ങൾ ഈ വർഷം പഠിക്കുന്നത്. ആ ഒരു ചേഞ്ച് മാത്രമേ ആ ഒരു സെക്ഷന് വന്നിട്ടുള്ളൂ, വേറൊന്നും വന്നിട്ടില്ല, മാറ്റമൊന്നുമില്ല. നിങ്ങൾ പഠിച്ച അതേ മെത്തേഡിൽ തന്നെ. പക്ഷെ നമ്മൾ റൂട്ട് നെഗറ്റീവ് കിട്ടി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കണ്ടിന്യൂ ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. x² - x + 2 ഇതുകൂടി നമുക്കൊന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ a എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ് x² കോഎഫിഷ്യന്റ്, b എന്ന് വെച്ച് x ന്റെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് -1, 1 അല്ല -1, c equal to 0, സോറി c equal to 2. ഇനി എന്താണ്? b² - 4ac, b² - 4ac എന്ന് വെച്ചാൽ b എന്ന് വെച്ചാൽ -1, -1² - 4 into 1 into 2, that is -1² 1 ആണ്, 1 - 8 equal to -7. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം -7 കഴിക്കാം, അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ കണ്ടീഷൻ എഴുതാറാണ്. ഇപ്പൊ നമ്മളത് കണ്ടിന്യൂ ചെയ്യാണ്. x equal to നമ്മുടെ ഇക്വേഷൻ -b plus or minus √b² - 4ac by 2a. ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചത് കൊണ്ടാണ്. b equal to -1 ആണ്, -b equal to 1 plus or minus √7 by 2a. 2 into 1 equal to 2. That is 1 plus or minus √7. √7 വാല്യൂ ഇല്ല, അതുകൊണ്ട് √7 തന്നെ. √-1 എന്തായിരുന്നു? I by 2. That is the solution of this equation. ഈ ഒരു ചേഞ്ച് മാത്രമേ ഈ ഇയറിൽ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഇമാജിനറി നമ്പർ ഐ, അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് ഒത്തിരി ഇമ്പോർട്ടന്റും ആണ്. ആ ഒരു കാര്യം നമുക്ക് എന്താ നോക്കാം. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഐ ഈക്വൽ ടു √-1 ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ഐ ഈക്വൽ ടു √-1 ആണ്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഐയുടെ പവേഴ്സ് നോക്കാം. ഓരോന്ന് ഒരു 4th വരെയുള്ള പവേഴ്സ് നോക്കാം. I² equal to how can we write? -√-1². What is √-1²? -1 itself. കാരണം √2 whole square equal to 2 ആണ്. √5 into √5 equal to 5. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഓൾറെഡി. സോ I² equal to -1. നെക്സ്റ്റ് വൺ I³ equal to സ്പ്ലിറ്റ് ചെയ്യാണ്. I³ എന്ത് പറയാം? I² into I എന്ന് പറഞ്ഞോളെ. നമ്മൾ പറയല്ലേ x³ എങ്ങനെ എഴുതാം? x² into x എഴുതാറുണ്ട്. അതുപോലെ തന്നെ I³ എന്ത് എഴുതുന്നത്? I² into I. I² എത്രയാണ്? -1. സോ -1 into I. What is -1 into I? -I. ക്ലിയർ? സോ I³ വാല്യൂ കിട്ടി. ഈ ഒരു വാല്യൂ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി I⁴. I⁴ I² whole square എന്ന് പറയാം. A⁴n whole⁴n എക്സ്പോണന്റ് ചാപ്റ്റർ. I² എത്രയാണ്? -1 ആണ്. സോ -1². What is -1²? 1 itself. ഇനി ഒന്നുകൂടിയുണ്ട് 1/i. 1/i അതിന് നമ്മൾ എന്താ ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സാധനത്തിന് നമുക്കറിയാവുന്ന ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുവാണ്. ഞാനിവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഐ കൊണ്ട് തന്നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എന്ത് സംഭവിക്കും? 1/iനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 1 into I/i² ആണ്. ഇതുകൊണ്ട് ഒരു ക്യാൻസൽ ചെയ്തേക്കത് തിരിച്ചിവിടെ തന്നെ എത്തും. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. I/i². I² എത്രയാ? -1. സോ I/-1 equal to -i. ഇത്രയും വാല്യൂസ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കണം. ഈ ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ മതി, പക്ഷെ വാല്യൂസ് നിങ്ങൾ എന്തായാലും പഠിക്കണം.
കാരണം ഓരോ പ്രോബ്ലം വരുമ്പോൾ ഇങ്ങനെ ഓർത്തെടുക്കണ്ട, അത് മനസ്സിലാക്കി വെച്ചിട്ട് അത് ബൈ ഹാർട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. I equal to root of -1, I square ആ വാല്യൂ മാത്രമാണ് എഴുതുന്നത്, -1, I cube equal to എത്രയായിരുന്നു -I, I raised to 4 equal to 1, then 1 by I equal to -I. ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. ഞാൻ ഇതിനെ റബ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ എന്താണ് ഇമാജിനറി നമ്പറിന്റെ പവേഴ്സ് വരെ, അല്ലെ പവേഴ്സ് കുറച്ച് കാര്യങ്ങൾ എഴുതി. ഇനി ഇത് വെച്ചിട്ട് എന്താണ് ഒരു കാര്യം പറയാണ്. ഇപ്പം I raised to 4n എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഈ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോ പറഞ്ഞ് ഒരു I raised to 4n, ആ I raised to 4n ഞാൻ I raised to 4 whole raised to n ആക്കി മാറ്റി. എഴുതിക്കൂടെ? A raised to m equal A raised to m whole raised to n, that is equal to I raised to 4. അപ്പോൾ ഓർമ്മ വേണം, I raised to 4 എത്രയാവും? 1 raised to n. അതിനാണ് പറഞ്ഞത് ആ നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. So 1 raised to n, 1 raised to any number equal to 1 itself. ഇതെന്തിനാ നമ്മൾ പഠിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ I raised to 4n എന്ന് വെച്ച് കഴിഞ്ഞാൽ I raised to 4n എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. Multiples of 4 means 4, 8, 12, 16, 20, 40, എത്രയാണ് 48. ഇതൊക്കെ മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണ്. അതായത് I raised to multiple of 4 വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. നമുക്ക് കണ്ണു അടച്ചിട്ട് എഴുതാൻ പറ്റും. സപ്പോസ് നിങ്ങളോട് ചോദിക്കാൻ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് what is the value of 5 raised to 200? We can write this 1 because 200 is a multiple of 4. ഇനി I raised to 48 ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 48 multiple of 4 ആണോ അല്ലയോ നോക്കാം. 48 is a multiple of 4, so we can write the answer 1. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി 4 raised to n ന് പകരം ഞാൻ എന്തെടുക്കണേ? I raised to 4n plus 1 എടുക്കാണ്. ഓക്കെ, സോ I raised to 4n plus 1 നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. I raised to 4n into I raised to 1. എന്താണ് ലാസ്റ്റ് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി എക്സ്പോണൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ, x raised to m plus n equal to x raised to m into x raised to n പഠിച്ചിട്ടില്ലേ? സെയിം വേ I raised to 4n plus 1 ആണ്. സോ I raised to 4n ഇവിടെ തൽക്കാലം ഞാൻ ബ്രാക്കറ്റ് ഒഴിവാക്കണം. I raised to 4n into I raised to 1. Okay, what is I raised to 4n? We know that's value is 1. 1 into I equal to I. അതായത് 4n plus 1. ഇനി അത് നോക്കാം. What is 4n plus 1? മൾട്ടിപ്പിൾ ഓഫ് 4നേക്കാളും ഒന്ന് കൂടുതൽ. 4n plus 1 എന്ന് വെച്ചാൽ 4n എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. സോ 4n plus 1 എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓഫ് 4നേക്കാളും ഒന്ന് കൂടുതൽ. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞേ. യെസ്, 5, 9. 5 എന്ന് വെച്ചാൽ 4നേക്കാൾ ഒന്ന് കൂടുതൽ. 4 is a multiple of 4. 9 എത്രയാണ്? 8 plus 1 ആണ്. Then 17 എത്രയാണ്? 16 plus 1 ആണ്. സോ ഇതൊക്കെ എന്താണ്? 4n plus 1 കാറ്റഗറിയിലാണ്. അപ്പൊ മനസ്സിലായാൽ എന്താണ് ഉദ്ദേശിച്ചത്? സോ I raised to 4n plus 1 വന്നു കഴിഞ്ഞാൽ its answer should be I. ഇനി I raised to 4n plus 2 ടൈപ്പിലെ നമ്പേഴ്സ് വന്നാലോ? നമുക്ക് നോക്കാം. I raised to 4n plus 2 ഇതേപോലെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. I raised to 4n into I square. I raised to 4n equal to 1, that we know, into I square. I square എത്രയായിരുന്നു വാല്യൂ? കണ്ണടച്ച് പറഞ്ഞ I square equal to എത്രയായിരുന്നു? -1. So its answer should be -1. അതായത് 4n plus 2 എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓഫ് 4nനേക്കാളും 2 കൂടുതൽ. എക്സാമ്പിൾ ഏതാണ് പറയാ? 10 അല്ലേ? കാരണം 8 എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അതിനേക്കാളും 2 കൂടുതൽ 10 വരും. പിന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞേ. 6 4നേക്കാളും 2 കൂടുതലാണ്. 42 വരുമോ? 40 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അങ്ങനെ 42 വരൂലേ? വരും. ഇതൊക്കെയാണ് I raised to 4n plus 1.
ഇപ്പൊ സപ്പോസ് നിങ്ങളോട് ചോദിക്കണം വാട്ട് ഈസ് I raised to 42 വാല്യൂ. സോ നമ്മൾ നോക്കേണ്ടത് 42 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4ന്റെ ബേസിൽ എഴുതാൻ I raised to 40 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അതിനേക്കാൾ 2 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? -1 ആയിരിക്കും. ഈ ഒരു സാധനം, ഈ ഒരു വാല്യൂസ് ഓർമ്മയുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് അത് എഴുതാൻ പറ്റും. അതിൽ നിന്ന് എടുത്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, വൺ മോർ. I raised to 4n plus 3. 4n plus 3 എന്ന് വെച്ചാൽ I raised to 4n into I raised to 3. I raised to 4n, its value is 1 into I raised to 3, negative I. That's equal to 1 into negative I equal to negative I. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 4n plus 3 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4നേക്കാളും 3 കൂടുതൽ. ഫോർ എക്സാമ്പിൾ 7, 4 plus 3 ആണ്. ദെൻ 8 plus 3 എന്ത് വരും? 11 വരും. അങ്ങനെയുള്ള നമ്പേഴ്സ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒന്ന് വരുമോ? ഇങ്ങനെ വരില്ല. കാരണം എന്ന് വെച്ചാൽ ഏതൊരു നാച്ചുറൽ നമ്പറിനെയും, അതും നിങ്ങൾ ലാസ്റ്റ് ഇയർ അരിത്മെറ്റിക് സീക്വൻസിൽ പഠിച്ചിട്ടാ, ഏതൊരു നാച്ചുറൽ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡേഴ്സ് എന്ന് വെച്ചാൽ 0, 1, 2, 3 ആയിരിക്കും. 4 വന്നെങ്കിൽ again remainder will be 0. മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ 4n plus 0 ആണ് ആക്ച്വലി. If any number is divided by 2, the remainders will be 0 and 1. If any number is divided by 3, the remainder should be 0, 1, 2. 3 വരില്ല. 3 വന്നാൽ വീണ്ടും എന്താ? 0. പിന്നെ വീണ്ടും അതേ റൊട്ടേഷനിലാണ് പോകുന്നത്. ഒരു നമ്പറിനെ ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ റിമൈൻഡർ എന്ത് വരും? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ വരും. ക്ലിയർ ആണല്ലോ? സോ അതുകൊണ്ടാണ് I raised to 4n plus 3 വരെ പറഞ്ഞത്. ഈ ഒരു വാല്യൂ ഓർമ്മയുണ്ടല്ലോ? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സപ്പോസ് ഈ ഒരു സാധനം ഞാൻ റബ് ചെയ്യാം. I raised to എത്രയാണ് വേണ്ടത്? 408. പറയാൻ പറ്റും ആൻസർ? Its answer 408. It's a multiple of 4. So its answer is 1. ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി? മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ 1, പ്ലസ് 1 വന്ന് അതിനേക്കാൾ 1 പ്ലസ് 1 ആണെങ്കിൽ I, പ്ലസ് 2 ആണെങ്കിൽ -1, പ്ലസ് 3 ആണെങ്കിൽ -1 I. അതായത് മൾട്ടിപ്പിൾ ആണെങ്കിൽ 1. ഈ ഒരു ഓർഡർ ഓർത്താൽ മതി. 1 I, -1, -I. ഓർമ്മയുണ്ടാവുമല്ലോ? മൾട്ടിപ്പിൾ ആണെങ്കിൽ 1 ആണെങ്കിൽ I, 2 ആണെങ്കിൽ -1, 3 ആണെങ്കിൽ -I. അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാണ്. I raised to, ചുമ്മാ കഴിയുന്ന നമ്പറാ ഞാനിവിടെ. ഓക്കെ, can anyone say its answer? Its answer is 1. എന്തുകൊണ്ടായിരിക്കും 1 എന്ന് പറഞ്ഞത്? ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഓക്കെ, അതെങ്ങനെയാണ് ഇത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാതെ മൾട്ടിപ്പിൾ ഓഫ് 4 കിട്ടിയത്? അത് നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതില്? ഡിവിസിബിലിറ്റി ഓഫ് 4 എന്ന് വെച്ചാൽ എന്താക്കുന്നത്? ഒരു നമ്പർ നമുക്ക് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ ചെക്ക് ചെയ്യണം. അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കുക. ഈവൻ നമ്പർ ആണോ ചെക്ക് ചെയ്യണം, നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് ആണ് നോക്കുന്നത്. ഇനി മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ നോക്കാം, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കാം. ഈ 2 ഡിജിറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ആ ഹോൾ നമ്പറും എന്തായിരിക്കും? ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 4. സോ 64 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അങ്ങനെ ഈ നമ്പർ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ആൻസർ എത്രയാണ്? 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ആൻസർ പറയാൻ പറ്റുമോ? 123. ലാസ്റ്റ് 2 ഡിജിറ്റ് 23. ഇറ്റ്സ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 4. 23 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആണ്. പക്ഷെ 20 മൾട്ടിപ്പിൾ ആണ്. പ്ലസ് 3 ആ വന്നത്. സോ പ്ലസ് 3 വന്നാൽ ഏതാ റിമൈൻഡർ? പ്ലസ് 3 വന്നാൽ ഏതാ ആൻസർ? I. So its answer equal to -I. One more example. Clear ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. I raised to നമുക്ക് എടുക്കാം. ഓക്കെ, ഇതാണ് ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുന്നത്. 62 എന്തായാലും 4ന്റെ മൾട്ടിപ്പിൾ അല്ല. പക്ഷെ 60 എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 15 4s are 60.
സോ ഇതിന് എന്ത് എഴുതാം 60 പ്ലസ് 2 എഴുതാം. സോ 2 വന്നു കഴിഞ്ഞാൽ 4n പ്ലസ് 2 ആൻസർ എന്താ? ഇറ്റ്സ് ആൻസർ ഈക്വൽ ടു -1. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം.